നിങ്ങളൊരു മാസം ഞാൻ ചോദിക്കുന്നത്, ഒരു മാസം ഓൺ ആൻഡ് ആവറേജ് എത്ര രൂപ വരെ ഉണ്ടാക്കുന്നുണ്ട്? കൺസിഡർ ഞങ്ങൾ ഫ്യൂൽ എക്സ്പെൻസ് ഒരു ആവറേജ് ഇഫ് യു വർക്കിംഗ് ലൈക്ക് if you're working 30 days or average if you're working 8 hours, the max to max you can do is 30,000 after fuel expense. After your expense. After fuel, the max to max. And plus your vehicle expense. I'm Service, including, you can make 30,000 if you're working 30 days. But if you're working 25 days, then 25,000. And നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം ചിലപ്പോൾ I'll give you an average. It will come to 15 to 30. It's depend upon the time. ഇപ്പോൾ March is the lowest month. March, May and April, it could be the lean season. ആണോ? അപ്പോൾ അന്ന് ഇൻകം കുറവായിരിക്കും. മഴക്കാലമൊക്കെ ആകുമ്പോഴോ? മഴക്കാലമാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹൈ, ഇറ്റ് ക്യാൻ ബി ലോ. ഓക്കെ. It depends upon the customer's demand. That's the peak time. തന്നെ ഏകദേശം നമ്മുടെ ക്ലബിൽ ഒരു 150 വണ്ടികളോളം ഉണ്ട്. അത് ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആയിട്ടിരിക്കുന്നതാണ് പാക്കേജസിൽ വേണ്ടി. നിങ്ങൾ പാക്കേജിനും പോകും? Of course. അപ്പോൾ ഇവിടെ പാക്കേജ് ട്രിപ്പുകൾ വരുമ്പോഴത്തേക്കിനും സിറ്റിയിൽ വണ്ടികൾ കുറയും. നമ്മൾ ഈ ഊബർ വഴി കസ്റ്റമേഴ്സ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഓൾറെഡി ഇങ്ങോട്ട് കമ്പനി അടിക്കുന്ന കസ്റ്റമേഴ്സ് മാക്സിമം നമ്മളുടെ നമ്പർ മേടിച്ചിട്ടേ പോവുള്ളൂ. തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കസ്റ്റമറെ കിട്ടണല്ലേ, ജസ്റ്റ് നമ്മൾ എന്തായാലും നമ്പർ കൊടുക്കും. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് വിളിക്കും. ഇപ്പോൾ ഈ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്, കൊച്ചി റൈഡേഴ്സ് ക്ലബ്ബ്. അതിൽ 150 മെമ്പേഴ്സും ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഇടും പാക്കേജ്. ഒരാൾക്ക് അപ്പോൾ 150 പേരുടെയും ട്രിപ്പ് ആ ക്ലബ്ബിൽ കിടന്ന് കളിച്ചോളും. 150 പാക്കേജിൽ എന്ത് ട്രിപ്പ് ആണെങ്കിൽ അവരെ ഇടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കൊച്ചി റൈഡേഴ്സ് ക്ലബ്ബ് എന്നുള്ള രീതി. അപ്പോൾ ട്രിപ്പുകൾ പാക്കേജ് ഇപ്പോൾ ഈ ഒരു ഡിസംബർ പീക്ക് ടൈമാണ്, മാക്സിമം വണ്ടികൾ കുറവായിരിക്കും. വാഗനർ കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം വാഗനർ മാത്രം റേറ്റ് കുറഞ്ഞു. 1 ലക്ഷം രൂപ കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇറക്കി. ലാസ്റ്റ് ഇയർ കാട്ടെ ഒരു എനിക്ക് 10 rupees കിട്ടേണ്ട സമയത്ത് ഇപ്പോൾ 8 rupees മാത്രം കിട്ടണമല്ലോ കിലോമീറ്റർ റേറ്റ്. ഇപ്പോൾ 13 rupees to 14 rupees ആണ് കിട്ടുന്നത് ആവറേജ്. ഓർ ഹീൽ മേക്ക് ഓൺലി 13 to 14 rupees per kilometer. ഓക്കെ. ഇനി ഈ ഉബർ ഒന്നും ഓടാത്തൊരു സാധാരണ ഒരു വണ്ടിക്കാരൻ, ഒരു ടാക്സിക്കാരൻ ഒരു മാസം എത്ര രൂപ ഉണ്ടാകുന്നുണ്ടാവും? ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ആണോ? ഇപ്പൊ പറഞ്ഞ അവർക്ക് ടാക്സി സ്റ്റാൻഡിൽ ആരും പോകുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ഒരു എക്സാമ്പിൾ വേറൊരു ഷോപ്പ് കീപ്പറിന്റെ കാര്യം തന്നെ പറയാം. ഇപ്പൊ ഞങ്ങളെല്ലാം ഓൺലൈനാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഷോപ്പ് പോയിട്ട് നടന്ന് പോകുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ ഷോ ദ ഫ്രസ്ട്രേഷൻ ടു അസ്. അവിടെയാണ് ഇഷ്യൂസ് കൂടുതൽ പറഞ്ഞത്. അവിടെയാണ് ഈ ഓട്ടോസ് കുറച്ച് സുപ്പീരിയോറിറ്റി കാണിക്കുന്നത്. കാരണം ഓട്ടോസ് കുറച്ചും കൂടെ അവൈലബിൾ ആണല്ലോ, ഫ്രീ ആയിട്ട്. അവരിങ്ങനെ സ്റ്റാൻഡ്സ് കൂടുതലായിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡുകൾ കൂടുതലുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും. അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ വന്ന കസ്റ്റമേഴ്സിന് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ അവർക്ക് ട്രിപ്പ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവാം, മേ ബി. മനസ്സിലായോ? ഫ്രസ്ട്രേഷനിലിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ആ ടൈമിൽ ഊബർ ഓണാക്കി അങ്ങോട്ട്. കാലാവസ്ഥ ഞങ്ങൾ മാറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് കൂടും. വി ഹാവ് ടു ചേഞ്ച് ആസ് പെർ ദ. ഇപ്പോൾ പണ്ട് പറഞ്ഞാൽ ആൾക്കാർ കട വന്ന് പോയി സാധനങ്ങൾ മേടിക്കും. ഇപ്പം ഞങ്ങൾ കംപ്ലീറ്റ് വീട്ടിൽ മൊബൈൽ വെച്ച് എന്ത് പ്രൊവിഷൻ വെച്ചാണ്, എന്ത് ഐറ്റംസ് ആണ് ഇൻക്ലൂഡിങ് പെൻ, ഒരു 10 മിനിറ്റിൽ വീട്ടിലെത്തും. അപ്പോൾ ഓഫ് കോഴ്സ് ആ കടക്കാർക്ക് ഫ്രസ്ട്രേഷൻ കൂടില്ല. അവർ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട്